പാരലോഗ്രത്തിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ആർ ബൈസെക്ട് ഈച്ച് അതർ. അതായത് പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പ്രൂവ് ചെയ്യാം. ഞാനിവിടെ ഒരു പാരലോഗ്രാം എടുത്തിട്ടുണ്ട്. ആ പാരലോഗ്രാമാണ് ABCD എന്ന് പറയുന്നത്. രണ്ട് ഡയഗണൽ AC-യും BD-യും വരച്ചിട്ടുണ്ട്. അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. ഞാനിവിടെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളുകളെ ഞാൻ കൺസിഡർ ചെയ്ത്, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. അപ്പം നമുക്കിവിടെ ഞാൻ കോൺഗ്രുവൻസി എഴുതാൻ പറ്റും. AB ഈസ് ഈക്വൽ ടു CD ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ആംഗിൾ OAB ഈസ് ഈക്വൽ ടു ആംഗിൾ OCD എഴുതാൻ പറ്റും. എഴുതാം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഒരു പാരലൽ ലൈൻസിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഡയഗണലിനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഇപ്പം OCD എന്ന് പറയുന്നത് OABക്ക് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സിമിലർലി നമുക്ക് പറയാൻ പറ്റും ആംഗിൾ OBA ഈസ് ഈക്വൽ ടു ആംഗിൾ ODC. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടിയാണ്. ബൈ ദിസ് 3 റൂൾസ്, ഈ 3 സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും ട്രയാങ്കിൾ AOB ഈസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ COD ബൈ ASA കോൺഗ്രുവൻസി. ASA കോൺഗ്രുവൻസിയിൽ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ഇത് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്താ? അതിൻ്റെ ബാക്കിയുള്ള സൈഡ്സും ബാക്കിയുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും OA ഈക്വൽ ടു OC ആൻഡ് OB ഈസ് ഈക്വൽ ടു OD എന്ന് പറയാൻ പറ്റും. Therefore, the diagonals of a parallelogram bisect each other. Example 6. Help is a parallelogram. ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. OE എന്ന് പറയുന്നത് 4 ആണ് ആൻഡ് HL എന്ന് പറയുന്നത് 5 മോർ ദാൻ PE ആണ്. 5 മോർ ദാൻ PE. ഫൈൻഡ് OH കണ്ടുപിടിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ OE എന്ന് പറയുന്ന 4 ആണെങ്കിൽ PE എന്ന് പറയുന്നത് എന്താ? OP പ്ലസ് എന്താ? OP പ്ലസ് OE ആണ്. അപ്പോൾ OP എന്തായിരിക്കും? OE 4 ആണ്. Therefore OP എന്ന് പറയുന്നതും 4 അല്ലേ? കാരണം ഡയഗണൽസ് ഓഫ് ദി പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. OE ഈക്വൽ ടു OP അല്ലേ വരുന്നത്? കഴിഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ 4 എന്ന് കിട്ടി. അങ്ങനെ PE എന്താണ്? PE എന്ന് പറയുന്നത് OP 4 പ്ലസ് OE 4 ഈസ് ഈക്വൽ ടു 8. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന HL ഈസ് 5 മോർ ദാൻ PE. HL എന്ന് പറയുന്നത് 5 പ്ലസ് PE ആണ്. ദാറ്റ് ഈസ് 5 പ്ലസ് 8 ഈക്വൽ ടു 13 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? OH ആണ്. അപ്പം HL എന്ന് പറയുന്നത് എന്താ? OH പ്ലസ് OL ആണ്. OH പ്ലസ് OL. അപ്പം HL 13 ആണ്. OHും OLും എന്താണ്? OH ഈക്വൽ ടു OL ആണ്. അപ്പം നമ്മൾ OHും OLും ഈക്വൽ ആണെങ്കിൽ ഞാൻ രണ്ടിന് OH എന്ന് കൊടുത്തെന്ന് വെച്ചു. OH പ്ലസ് OH. കാരണം ഇപ്പം എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ ഞാനിപ്പം എക്സിനും വൈക്കും കൂടെ വേണമെങ്കിൽ ഇപ്പം X പ്ലസ് വൈ ആണ്. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ 2x എന്ന് കൊടുക്കാം. അതുപോലെ തന്നെയാണ് OH പ്ലസ് OL. OH OLും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ അതിന് OH എന്ന് കൊടുത്തു. കാരണം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ വേണ്ടത് OH കണ്ടുപിടിക്കാനാണ്. അപ്പം 13 is equal to 2OH എന്ന് കൊടുത്താൽ OH is equal to 13/2 equal to 6.5. അപ്പം OHന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഈ OH എന്ന് പറയുന്നത് 6.5 ആണ്.